ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ പാകിസ്ഥാൻ സൂപ്പർ പോര് നടക്കുന്ന ദിവസമാണ് ഇന്ന്. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. കണക്കിലും നിലവിലെ ഫോമിലും ഇന്ത്യക്ക് നേരിയ മുൻതൂക്കമുണ്ട്. ആദ്യ മത്സരത്തിൽ ന്യൂസിലൻഡിനെതിരെ വമ്പൻ തോൽവി വഴങ്ങിയാണ് പാകിസ്ഥാൻ എത്തുന്നതെങ്കിൽ ബംഗ്ലാദേശിനെ തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ വരവ്. പാകിസ്ഥാനെ കീഴടക്കി സെമി ഫൈനൽ പ്രവേശം ഉറപ്പാക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. എന്നാൽ മറുവശത്ത് പാകിസ്ഥാന്റെ പോരാട്ടം നിലനിൽപ്പിന് വേണ്ടിയുള്ളതാണ്. 29 വർഷങ്ങൾക്ക് ശേഷം സ്വന്തം നാട്ടിൽ നടക്കുന്ന ഒരു ICC ടൂർണമെന്റിൽ ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തേക്കുള്ള വഴിയാകും ഇന്ത്യയോട് തോറ്റാൽ മുഹമ്മദ് റിസ്വാനെയും സംഘത്തെയും കാത്തിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ബോളർമാരും ബാറ്റർമാരും ഫോമിൽ. പാകിസ്ഥാന്റെ സ്ഥിതി ഇതല്ല. ബാറ്റിംഗിലെ മെല്ലെപ്പോക്കാണ് പാകിസ്ഥാന് ആദ്യ മത്സരത്തിൽ തിരിച്ചടിയായത്. ഇതിനു പുറമെ സ്റ്റാർ ബാറ്റർ ഫഖർ സമാൻ പരിക്കേറ്റ് ടൂർണമെന്റിൽ നിന്ന് പുറത്തായതും ടീമിന് കനത്ത തിരിച്ചടിയാണ്. ഫാസ്റ്റ് ബോളർമാരായ ഷഹീൻ ഷാ അഫ്രീദി, ഹാരിസ് റൌഫ്, നസീം ഷാ സഖ്യത്തിൽ ആരാധകർക്ക് വലിയ പ്രതീക്ഷയാണ്. എന്നാൽ കിവീസിനെതിരെ മൂവർ സംഘത്തിന് തിളങ്ങാൻ സാധിച്ചില്ല. കിവീസിനെതിരെ മെല്ലെപ്പോക്കിന് പഴികേറ്റ മുൻ നായകൻ ബാബർ അസമിനും ഇന്ത്യക്കെതിരായ മത്സരം വ്യക്തിപരമായി നിർണായകമാണ്. അതേസമയം വലിയ ഇന്നിംഗ്സ് കളിക്കാൻ സാധിക്കാതെ വലയുന്ന മുൻ നായകൻ വിരാട് കോഹ്ലിയുടെ ഫോം ഇന്ത്യക്കും ആശങ്കയാണ്. ബുംറയുടെ അഭാവത്തിൽ പകരക്കാരന്റെ കുപ്പായത്തിലെത്തിയ ഹർഷിത് റാണ ബംഗ്ലാദേശിനെതിരെ തിളങ്ങിയത് ഇന്ത്യക്ക് ആശ്വാസമാണ്. ദുബായിലെ പിച്ച് വേഗം കുറഞ്ഞതായതിനാൽ തന്നെ സ്പിന്നർമാരുടെ പ്രകടനം നിർണായകമാകും. 5 സ്പിന്നർമാരുള്ള ഇന്ത്യക്ക് ഇത് അനുകൂല ഘടകമാണ്. എന്നാൽ പോരാട്ടം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാകുമ്പോൾ അവിടെ കണക്കുകൾക്കോ ഫോമിനോ യാതൊരു പ്രസക്തിയുമില്ലെന്നതാണ് ചരിത്രം. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. എൽദോ പോൾ പുതുശ്ശേരി വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ചേർന്നു. എൽദോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് 2:30 എന്ത് സംഭവിക്കും എന്നറിയാൻ തന്നെയാണ് എല്ലാവരും കാത്തു നിൽക്കുന്നത്. ഇപ്പോൾ അവസാനം ആ റിപ്പോർട്ടിൽ പറഞ്ഞു നിർത്തിയതുപോലെ കണക്കുകൾ ഇന്ത്യക്ക് എപ്പോഴും ഒരു മുൻതൂക്കം നൽകുന്നുണ്ട്. പക്ഷേ ദുബായ് പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ ഒരു ലക്കി ഗ്രൗണ്ടാണ്. അവിടെ അവർക്ക് മുൻതൂക്കമുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒക്കെ കണക്കുകളുടെയും ചരിത്രത്തിൻ്റെ ഒക്കെ അപ്പുറത്ത് ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വരുമ്പോൾ എന്തും എപ്പോഴും സംഭവിക്കാമെന്നൊരു ഒരു പ്രതീതി നമുക്കെപ്പോഴും ഉണ്ടാവാറുണ്ട്. അങ്ങനെ തന്നെ സംഭവിക്കാറുമുണ്ട്. ഈ രണ്ട് ടീമിൻ്റെയും ഒരു സെറ്റിംഗ് ഒക്കെ വെച്ച് ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്താണ് മത്സരം നടക്കുമ്പോൾ ഉണ്ടാവാറ് എങ്കിലും ഉറപ്പായും ഗുഡ് മോർണിംഗ്. എന്നാണ് ഒരു ഇന്ത്യയിലെ സൂപ്പർ സൺഡേ ആണ് എന്ന് പ്രതീക്ഷിക്കുന്നത്. കാരണം നമ്മൾ കരുതുന്ന പോലെ തന്നെ ICC ടൂർണമെന്റുകളിൽ ഇന്ത്യക്ക് എപ്പോഴും പാകിസ്ഥാന് മേലൊരു എഡ്ജുണ്ട്. ഇപ്പോൾ 2017 ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യ തോൽവി വഴങ്ങി എന്നുള്ളത് ശരി തന്നെ. അപ്പോൾ പോലും ICC ടൂർണമെന്റുകളിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ പുലർത്തുന്ന ഒരു മേധാവിത്വമാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം. ആ ഒരു പ്രതീക്ഷ തന്നെയാണ് ഇന്ത്യൻ ആരാധകർക്കും ഉള്ളത്. ഇനി ഈ മത്സരത്തിൽ നിലവിലെ സാഹചര്യം എങ്ങനെയാകും എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഇപ്പോൾ ആദ്യ മത്സരത്തിൽ തോൽവി വഴങ്ങിയ പാകിസ്ഥാനും ആദ്യ മത്സരത്തിൽ ഒരു ആധികാരിക ജയം സ്വന്തമാക്കി ഇന്ത്യൻ തമ്മിലാവുമ്പോൾ തന്നെ അതിൽ ഏറെക്കുറെ വ്യക്തത വന്നു കഴിഞ്ഞു. മാത്രമല്ല സമീപകാല ഫോം കൂടി പരിശോധിക്കുമ്പോൾ ഇന്ത്യക്ക് വ്യക്തമായിട്ടുള്ള മേധാവിത്വം ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്രമാത്രം മികച്ച ഒരു ടീമാണ് ഇന്ത്യയുടേത്. ലോകത്തെ ഏറ്റവും മികച്ച ടീം ഏതെന്ന് ചോദിച്ചാൽ അതിൽ നിസ്സംശയം അത് നിശ്ചിത ഓവർ ക്രിക്കറ്റിൽ ഇന്ത്യയാണെന്ന് നമുക്ക് താരങ്ങളുടെ പേരുകൾ എടുത്തുകാട്ടി തന്നെ നമുക്ക് പറയാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ ആ ഒരു സാഹചര്യം നിലനിൽക്കെ ഇന്ത്യയെ പാകിസ്ഥാൻ എത്രത്തോളം വെല്ലുവിളിക്കാൻ കഴിയുമെന്നുള്ളത് സംശയകരമാണ്. ഇപ്പോൾ ശ്രീജ സൂചിപ്പിച്ചതുപോലെ ദുബായിൽ പലപ്പോഴും പാകിസ്ഥാന്റെ ഹോം ഗ്രൗണ്ട് ആവാറുണ്ട്. പാകിസ്ഥാന് കൂടുതൽ പരിചിതമാണ് ഇന്ത്യയെക്കാൾ ദുബായ്. കാരണം നമുക്കറിയാവുന്ന പോലെ പാകിസ്ഥാനിൽ രാജ്യാന്തര ടീമുകൾ വന്ന് കളി തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാനും വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ സമീപകാലത്തെ പ്രകടനങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒട്ടുമിക്ക മത്സരങ്ങളും പാകിസ്ഥാൻ കളിച്ചത് അങ്ങ് ദുബായിലാണ്. അപ്പോൾ പാകിസ്ഥാൻ സാഹചര്യങ്ങൾ വളരെ അനുകൂലമാണ്, പരിചിതമാണെന്നൊക്കെ ശരി തന്നെ. പക്ഷെ അപ്പോഴും ഇന്ത്യയുടെ ബാറ്റർമാരെ, ഇന്ത്യയുടെ ബോളർമാരെ എങ്ങനെ പാകിസ്ഥാൻ നേരിടുമെന്ന് കരുതി തന്നെ ഇരിക്കണം. ഇനി ഇന്ത്യൻ ടീമിലാണ് ലോക ബാറ്റിംഗ് നിരയിലെ 1-ാം നമ്പർ താരം ശുഭ്മാൻ ഗിൽ എങ്കിൽ ബാബർ അസത്തെ മറികടന്നാണ് ശുഭ്മാൻ ഗിൽ 1ാമത് എത്തിയത്. ശുഭ്മാൻ ഗില്ലിന് തൊട്ട് താഴെ ബാബർ അസം ഉണ്ട്. അപ്പോൾ അങ്ങനെ 1-2 സ്ഥാനങ്ങളുള്ള ബാറ്റർമാരുടെ പോരാട്ടം കൂടിയായി തന്നെ ഇതിനെ കണക്കാക്കണം. എന്താണെങ്കിലും ICC ടൂർണമെന്റുകളിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങളിലെ ഒരു വീറും വാശിയും പറഞ്ഞ സാഹചര്യമില്ല. എന്നാണെങ്കിലും 2:30 ദുബായിലെ സ്റ്റേഡിയത്തിൽ മത്സരം ആരംഭിക്കുമ്പോൾ നേരിയ ആശങ്ക മഴയായിട്ടുണ്ടാകുമെന്നൊക്കെ പറയപ്പെട്ടിരുന്നു. പക്ഷേ എങ്കിൽ പോലും ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ പ്രകാരം അത്തരം ഒരു ആശങ്ക വേണ്ട. സാഹചര്യങ്ങൾ അനുകൂലമാണ്. മേഘാവൃതമാണെങ്കിൽ പോലും മത്സരം നടക്കുന്നതിൽ തടസ്സമുണ്ടാകില്ല എന്നുള്ള പ്രതീക്ഷയാണ് ഏവരും പുലർത്തുന്നതാണെങ്കിലും
ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് മുഴുവൻ ക്രിക്കറ്റ് ലോകവും ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിനായി. ആദ്യ മത്സരത്തിൽ ഇന്ത്യ നമ്മൾക്കറിയാം ബംഗ്ലാദേശിനെ അയൽക്കാരായ ബംഗ്ലാദേശിനെ നേരിട്ടപ്പോൾ ഇന്ത്യ വളരെ മികച്ച രീതിയിൽ തന്നെ ആ ജയം സ്വന്തമാക്കുകയും ചെയ്തു. ബാറ്റർമാൻ രോഹിത് ശർമ്മയുടെ ഫോം നേരത്തെ ആശങ്കയായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ 2 മത്സരങ്ങൾ പരിശോധിച്ചാൽ രോഹിത് ശർമ്മയും ഫോമിലേക്ക് എത്തിയത് ഇന്ത്യക്ക് വലിയ സന്തോഷം പകരുന്നു. ബോളർമാരുടെയും മികവുണ്ട്. മുഹമ്മദ് ഷമി അത് വെറ്ററൻ താരമാണെങ്കിൽ പോലും ഷമി വേഗവും അല്ലെങ്കിൽ കൃത്യതയും ആദ്യ മത്സരത്തിൽ പ്രകടമാക്കിയിരുന്നു. അതും ശ്രദ്ധേയമാണ്. ഇനി സ്പിന്നർമാരിൽ ആരൊക്കെയായിരിക്കും അവസരം നേടുക എന്നുള്ളതൊക്കെയാണ് ചോദ്യമായി നിലനിൽക്കുന്നത്. എന്നാലും ഏറ്റവും ഒടുവിൽ തന്നെ നമുക്ക് കാത്തിരിക്കാം രോഹിത് ശർമ്മയുടെയും കോച്ച് ഗൗതം ഗംഭീറിന്റെയും തീരുമാനങ്ങൾക്കായി. എങ്ങനെ ഒരു ടീം കോമ്പിനേഷൻ പാകിസ്ഥാനെതിരെ പരീക്ഷിക്കുമെന്നറിയാം. എന്താണെങ്കിലും ക്രിക്കറ്റ് ആരാധകർക്ക് ഇതൊരു സുവർണ ദിനമാണ്. ക്രിക്കറ്റ് ആരാധകർക്ക് വികാരപരമായിട്ടുള്ള ദിവസമാണ്. അത് ഈ ഒരു സാധാരണ ക്രിക്കറ്റ് മത്സരത്തിന്റെ ആവേശത്തിനുമപ്പുറം ഇന്ത്യ പാകിസ്ഥാൻ മത്സരമാകുമ്പോൾ അത് പറഞ്ഞറിയിക്കേണ്ടാത്ത അത്രമാത്രം ഒരു ലെവലിലേക്ക് ആവേശത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. തീർച്ചയായും ശുഭ്മാൻ ഗിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇത് ഏതൊരു മത്സരത്തെയും പോലെയാണെന്നാണ്. അതെപ്പോഴും പറയുന്ന ഒരു ക്ലീശേ വാചകമാണ്. ഇന്ത്യ പാകിസ്ഥാൻ മത്സരം വരുമ്പോഴൊക്കെ പറയാറുണ്ട് താരങ്ങൾ ഇത് ഞങ്ങൾക്ക് മറ്റേതൊരു മത്സരം പോലെയാണെന്ന്. പക്ഷേ ക്രിക്കറ്റ് പ്രേമികൾക്ക് അത് അങ്ങനെയല്ല. അങ്ങനെ എല്ലാ മത്സരങ്ങളെയും പോലെ അല്ല. ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വരുമ്പോൾ അതിൽ അല്പം വികാരത്തിന്റെ മേമ്പൊടി കൂടും. അതുകൊണ്ട് തന്നെ ഏവരും വളരെ ആകാംക്ഷയോടെ വളരെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. 2:30 ദുബായിലാണ് മത്സരം.